ഹായ് ഓൾ. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ. രാവിലെ തന്നെ ഞാൻ എണീറ്റ പാടെ ഒരു കട്ടൻ ചായ കുടിച്ച് വീട് ഫുള്ള് ക്ലീൻ ചെയ്തു. അതിന് ശേഷം നേരെ ടെറസിൽ വന്ന് അവിടെ കുറേ ഇലകളും പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പോഴായി പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നീട് മാറ്റെല്ലാം മടക്കി വെച്ച് അത് കഴിഞ്ഞ് പിന്നെ തുണി വാഷ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നേ. അതൊക്കെ നമ്മൾ തന്നെ വിരിച്ചിട്ടു. കാരണം ഇന്ന് വീട്ടിലാരും ഇല്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ജോലി ഫുള്ള് ഏറ്റെടുത്തിരിക്കുന്നത് ഞാനാണ്. കിച്ചൺ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഞാൻ കിടന്ന ബെഡെല്ലാം ഒന്ന് നീറ്റാക്കിയിട്ടു. എന്നിട്ട് ആ പുതപ്പെല്ലാം ഞാൻ തന്നെ മടക്കി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ജോലി എന്ന് പറയാനായിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ നേരെ പോയി ഫ്രഷപ്പായി. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പം പിന്നെ വയറ്റിൽ നിന്നൊരു വിളി, വിശപ്പേന്നും പറഞ്ഞിട്ട്. അങ്ങനെ നേരെ അടുക്കളയിൽ വന്ന് എന്താ കഴിക്കാനൊക്കെ ഉണ്ടാകുന്ന നോക്കാൻ. ഇന്നലെ തലേന്ന് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അതന്നെ നല്ല വിശപ്പിൻ്റെ വിളി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ പുട്ടും കടമി. ഓക്കെ. അപ്പം അത് കഴിച്ച് ഞാൻ നേരെ റൂമിൽ വന്ന് റെഡിയായി. നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണേ. വേറെ എവിടെയല്ല, എൻ്റെ ഫ്രണ്ടിനെ തറവാട് വരെ പോവുക. അവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. എനിക്ക് 2 ബസ് മാറി കയറി വേണം പോകാൻ. അങ്ങനെ മാറി ഞാൻ സ്റ്റോപ്പ് എത്തിയപ്പോൾ എന്നെ കൂട്ടാനായിട്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ട് അപ്പു. അവിടെ നിന്ന് പിന്നെ ഞാനാണ് വണ്ടി എടുത്തത്. അങ്ങനെ നമ്മൾ നേരെ അവിടേക്ക് കയറുന്നതിന് മുന്നേ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്, അല്ല. അവളുടെ വീട്ടിൽ കയറി അവളെയും കൂട്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ വന്നത്. അങ്ങനെ വന്ന് നമ്മൾ നേരെ പോയത് അവരുടെ റൂമിലേക്കാണ്. അവരുടെ റൂമിൽ പിന്നെ റൂം ടൂറൊക്കെ നടത്താൻ തുടങ്ങി ഞങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവളുടെ റൂമൊക്കെ കണ്ടതിന് ശേഷം നേരെ പിന്നെ അവളുടെ മമ്മിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഗസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പതുക്കെ നൈസായിട്ട് ഇവർ പുതിയ വീട് പണിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി റൂമൊക്കെ കണ്ടു, വീടെല്ലാം കണ്ട് ജസ്റ്റ് ഒന്ന് പട്ടിശമൊക്കെ നടത്തിക്കാനിടയിൽ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കായലൊക്കെയാണ്. അപ്പോൾ നമ്മൾ പുഴയണ കായലാണോ അതൊക്കെ കണ്ട് അവിടെ നിന്ന് പതുക്കെ നൈസായിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി. കാരണം സമയം വൈകിട്ടുണ്ടായിരുന്നു, വീട്ടിലെത്തേണ്ട സമയം. അങ്ങനെ അവൾ എന്നെ കൊണ്ടാക്കിയൊക്കെ തന്ന് പിന്നെ അവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് അവൾ പോയി. അപ്പത്രേ ഉള്ളൂ ഗൈസ്.